നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോകമാകെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്. ഇവിടെ ലോകക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഓരോ 100 വർഷം കൂടുമ്പോഴും ലോകക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ അനന്തരഫലമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് മുതലായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ചധികം പിന്നിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം 1800കളിൽ ലോകത്തെ ഏറ്റവും വൻ ശക്തിയായി അറിയപ്പെട്ടിരുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ വൻ ശക്തിയായിരുന്നതിൻ്റെ കാരണം ലോകത്ത് തന്നെ ആദ്യ കാലഘട്ടത്തിൽ സമുദ്രയാനങ്ങൾ, കപ്പലുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നത് അവർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 1800കളിൽ അതിനു മുന്നേ തന്നെയും പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുമായി അവർക്ക് വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ വ്യാപാരം തുടങ്ങുകയും അതിലൂടെ ധാരാളം ധനം സ്വരൂപിക്കാൻ അവർക്ക് കഴിഞ്ഞതിൻ്റെ ഫലമായി പിന്നീട് ശുദ്ധമനസ്കരായ നാട്ടുരാജ്യങ്ങളെ ഒക്കെ കീഴ്പ്പെടുത്തി അവരുടെ കോളനി ആക്കിക്കൊണ്ട് അവർ ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെ, നമുക്കറിയാം പടിഞ്ഞാറൻ രാജ്യങ്ങൾ പൊതുവെ അങ്ങനെയാണ്, ആ ഒരു ആധിപത്യം അവർ ലോകത്ത് പലയിടത്തും സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ടുനിന്ന മറ്റ് വെസ്റ്റേൺ കൺട്രികൾ, യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങൾ ഇതേ പ്രക്രിയ അവരും ആവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 100 വർഷക്കാലം കൊണ്ട് പോർച്ചുഗലിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, ഇല്ലെങ്കിൽ അതിനു മുകളിലേക്ക് ശക്തി പ്രാപിച്ചുകൊണ്ട് ബ്രിട്ടൻ ലോകത്ത് ഏറ്റവും കൂടുതൽ കോളനികളുള്ള രാജ്യമായി മാറുകയായിരുന്നു. ബ്രിട്ടൻ മാത്രമല്ല, ഫ്രാൻസ്, ഇതുപോലെയുള്ള പല രാജ്യങ്ങൾക്കും പല ഭൂഖണ്ഡങ്ങളിലും ധാരാളം കോളനികളുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ ഭൂമിശാസ്ത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ധാരാളം കോസ്റ്റൽ ഏരിയാസ് ഉള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കടൽ മാർഗം ലോകത്തെങ്ങോട്ടും സഞ്ചരിക്കാനും അതുപോലെ തന്നെ കോളനി സൃഷ്ടിച്ചെടുക്കുന്നതിനും വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും സാധിച്ചിരുന്നു. ഏതാണ്ട് അതേ കാലയളവിൽ തന്നെയാണ് നമുക്കറിയാം ചോളരാജവംശത്തിലെ ചോളരാജാക്കന്മാർ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഭരണം നടത്തുന്ന അവസ്ഥ വരെ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ കാണുന്നത് പോലെ തന്നെ ധാരാളം ഹിന്ദു മത ക്ഷേത്രങ്ങളൊക്കെ ഇന്തോനേഷ്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തായ്ലൻഡ്, ഇന്തോനേഷ്യ മുതലായ സ്ഥലങ്ങളിൽ. നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുമോ, ഇസ്രായേലിൻ്റെ ഭാവി എന്തായിരിക്കും, ഒപ്പം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുടെ ഭാവി എന്തായിരിക്കും എന്നതിലേക്കാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമുക്കറിയാം ലോകക്രമത്തിൽ വന്ന മാറ്റത്തിൻ്റെ ഫലമായി രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ഈജിപ്തിൻ്റെ സ്ഥാനം മുന്നേ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ആ സ്ഥാനം ബ്രിട്ടൻ കൈയടക്കി. അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് യുണൈറ്റഡ് കിങ്ഡവും അതുപോലെ തന്നെ റഷ്യയും എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ആ സമയത്ത് തുല്യശക്തികളായിരുന്നു എങ്കിലും ആറ്റം ബോംബ് ജപ്പാനിൽ വർഷിച്ചതോടുകൂടി കിട്ടിയ ഒരു മേൽക്കോയ്മ, അത് അമേരിക്ക വളരെയധികം വലിയ രീതിയിൽ ഇതുവരെ ഉപയോഗിച്ചു വരികയായിരുന്നു. റഷ്യ അവർക്കൊപ്പം പൊരുതി നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു എങ്കിൽ കൂടി നമുക്കറിയാം 91 റഷ്യയെ ഛിന്നഭിന്നമാക്കുവാൻ, USSRനെ ഛിന്നഭിന്നമാക്കുവാൻ അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പല പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് കാണപ്പെടുന്ന പല മേഖലകളിലെയും യുദ്ധമുഖങ്ങളിലെ അടിസ്ഥാന കാരണം എന്താണെന്ന് നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. റഷ്യയുടെ ഭൂപ്രദേശങ്ങളായിരുന്നു കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ ഉക്രൈൻ. ഇതുപോലെയുള്ള പ്രദേശങ്ങളൊക്കെ USSRൻ്റെ പിരിച്ചുവിട്ടതിലൂടെ റഷ്യക്ക് നഷ്ടപ്പെട്ടു. റഷ്യയും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധകാലത്ത് ഉണ്ടായിരുന്ന കരാറ് പ്രകാരം
റഷ്യയുടെ അയൽ രാജ്യങ്ങൾ, അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് നാറ്റോ സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊരു കരാറ് ഈ രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ നിലനിന്നിരുന്നു. എന്നാൽ അമേരിക്ക നമുക്ക് പലർക്കും പ്രത്യക്ഷത്തിൽ വളരെ വൻ ശക്തിയായി നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം എങ്കിൽ പോലും അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ മേഖലകളിൽ അമേരിക്ക ഇപ്പോൾ ചൈനയെയോ ഇന്ത്യയെയോ കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഗ്രോത്ത് വളരെയധികം കുറയുന്നുണ്ട്. ഒപ്പം തന്നെ ചൈനയായി കമ്പയർ ചെയ്യുമ്പോൾ പല മേഖലകളിലും അമേരിക്ക പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേഞ്ചിങ് ദ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ബുക്കിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ശരിവെക്കുന്നത് പോലെ 100 വർഷങ്ങൾ കൂടുന്തോറും ലോകക്രമത്തിൽ ലോക നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന രാജ്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നതായി നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാറ്റവും അനിവാര്യമാണ്. അതായത് ഇതുവരെ അമേരിക്കയായിരുന്നു ലോകത്തിൻ്റെ 1-ാം നമ്പർ രാജ്യമായി എല്ലാ മേഖലകളിലും നിലനിന്നിരുന്നത് എങ്കിൽ അമേരിക്ക ഇനി പിന്നിലേക്ക് പോവുകയും ചൈന ആ സ്ഥാനത്തേക്ക് കടന്നു വരികയും 2-ാം സ്ഥാനത്തേക്ക് പതിയെ ഇന്ത്യയും എത്താനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിശദമായി ഒന്ന് പരിശോധിക്കാം. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ യുദ്ധം തുടങ്ങേണ്ടി വന്നത്? റഷ്യ നിർവാഹമില്ലാതെ ഗത്യന്തരമില്ലാതെയാണ് ആ യുദ്ധം തുടങ്ങിയതെന്ന് നമുക്ക് കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം റഷ്യയോട് അതിർത്തി പങ്കിടുന്നതും ഒപ്പം തന്നെ USSRൻ്റെ ഭാഗമായിരുന്നതുമായ രാജ്യമാണ് ഉക്രൈൻ. ഈ ഉക്രൈൻ തീർച്ചയായിട്ടും നാറ്റോയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് സൂം ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും, മോസ്കോ വളരെ അടുത്താണ്. ഉക്രൈൻ്റെ അതിർത്തി കടന്നാൽ അധിക ദൂരമില്ല മോസ്കോയിലേക്ക് എത്താൻ. സോ തങ്ങളുടെ മൂക്കിന് കീഴെ നാറ്റോ എത്തുക എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഒരിക്കലും നാറ്റോയിൽ ചെന്ന് ചേരുന്നത് റഷ്യക്ക് അംഗീകരിക്കാനാവില്ല. ഇതിനു മുന്നേ കരാർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അമേരിക്ക ആ കരാറിനെയൊക്കെ വയലേറ്റ് ചെയ്യുമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ്, ഇല്ലെങ്കിൽ ഉക്രൈനെ ചാട്ടേക്കയറ്റുന്ന പണി അമേരിക്ക അവിടെ ചെയ്തു. ഉക്രൈൻ കരുതി നാറ്റോയിൽ മെമ്പർഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ അമേരിക്ക വേണ്ടുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നൊരു ധൈര്യത്തിലാണ് റഷ്യയോട് ഉക്രൈൻ മുട്ടാൻ പോയത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അമേരിക്ക അവിടെ ഒരു യുദ്ധമുഖം അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള അവസരം കളമൊരുക്കിയിട്ട് അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. ഒരിക്കലും അമേരിക്ക റഷ്യയോടോ ചൈനയോടോ നേരിട്ട് പോയി ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതകളും നമുക്കിവിടെ കാണാൻ പറ്റില്ല. കാരണം ഒരു യുദ്ധം അമേരിക്ക ഇതുവരെ അവരുടെ മണ്ണിൽ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഈ അടുത്ത കാലത്ത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക എവിടെയൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടോ അവിടെയൊന്നും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അവർ വിയറ്റ്നാമിൽ വന്ന് അമേരിക്ക തോറ്റു. വളരെ ചെറിയൊരു രാജ്യമായിരുന്നിട്ട് കൂടി അവർക്ക് വിയറ്റ്നാമിൻ്റെ മുന്നിൽ തോൽവി പറഞ്ഞ് പിൻവാങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ അവർ നടത്തിയ യുദ്ധവും അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവർക്കത് ഇട്ടെറിഞ്ഞ് പോകേണ്ടി വന്നു. പിന്നെ അവർ ചെയ്തത് ഇറാഖാണ്. ഇറാഖിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചില്ല. സദ്ദാം ഹുസൈനെ വധിക്കാൻ കഴിഞ്ഞു എന്നതിൽ അപ്പുറത്തേക്ക് അവർ പറഞ്ഞതെല്ലാം കളവായിരുന്നു എന്ന് ലോകത്തിന് തെളിവാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. ഈ പരാക്രമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അമേരിക്ക തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അടിസ്ഥാന കാരണം ബിസിനസ് മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ അമേരിക്ക വളരെ വേഗത്തിൽ പിന്നോക്കം പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയും ചൈനയും സാമ്പത്തിക രംഗത്തിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സൈനിക ശേഷി എടുത്തു നോക്കിയാലും ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, ലോകത്തെ 1-ാം നമ്പർ നേവി എന്ന പദവി അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥാനം ചൈന പിടിച്ചടക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവ ആയുധങ്ങൾ, പോർമുനകൾ കൈവശം വയ്ക്കുന്ന രാജ്യം അമേരിക്കയല്ല, അത് റഷ്യയാണ്. അതേപോലെ തന്നെ അമേരിക്ക ഈ നടത്തിയ യുദ്ധങ്ങളിലും സൈനികമായും ഒപ്പം സാമ്പത്തികമായും അവർ പിന്നോട്ട് പോകുന്നു എന്ന സിഗ്നലുകൾ എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവരാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എന്ന രീതിയിൽ കൂടെ നിന്നിട്ടുണ്ടോ ആ രാജ്യങ്ങൾക്കൊന്നും അവരെക്കൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് അവരൊക്കെ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ്
അവസാനമായി സൗദി അറേബ്യ പോലും അവരുമായിട്ടുണ്ടായിരുന്ന പെട്രോൾ ഡോളർ കരാറിൽ നിന്നും പിൻവാങ്ങി പിന്നിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഉക്രൈനെ അവർ റഷ്യയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. അതിൻ്റെ പണി മുഴുവൻ ഇപ്പോൾ ഉക്രൈൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പിന്നിലുണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒരു കളി അവരും തുടങ്ങി വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു അമേരിക്ക ഇതുവരെ ഒരിക്കൽ പോലും അവരുടെ മണ്ണിൽ യുദ്ധം ചെയ്തിട്ടില്ല. എന്നാൽ ചൈന പലതവണ അമേരിക്കയ്ക്ക് മുകളിലൂടെ ബലൂൺ പറത്തിയ വാർത്തകൾ നമ്മൾ വായിച്ചു. ചൈനയും അമേരിക്കയും തമ്മിൽ ഇത്രമാത്രം ദൂരമുണ്ടെങ്കിലും പലപ്പോഴും അമേരിക്ക തായ്വാനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന പേരിൽ ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ വലിയ രീതിയിലുള്ള സാന്നിധ്യം എപ്പോഴും അമേരിക്ക ഉറപ്പിക്കുന്നുണ്ട്. അതിനെ വെല്ലുവിളിക്കുന്നതിന് ഭാഗമായിട്ടാണ് ചൈന ഇത്രയും ദൂരത്തിൽ അമേരിക്കയ്ക്ക് മുകളിലൂടെ ബലൂൺ പറത്തിയത്. അതൊരു നിരീക്ഷണ ബലൂൺ ആയിരുന്നു എന്നും, എന്നാൽ അമേരിക്ക വളരെയധികം അതിനെ പേടിച്ചിരുന്നു എന്നതും നമുക്ക് വ്യക്തമാക്കുന്ന രീതിയിലാണ് അമേരിക്ക അതിനെ നേരിട്ടത്. അമേരിക്കയുടെ F-17 ഫൈറ്റർ ജെറ്റുകൾ പറന്നിട്ടാണ് ആ ബലൂണിനെ വെടിവെച്ചിട്ടത്. അതിനെ വെടിവെച്ചിടാൻ ഓർഡർ കൊടുക്കുന്നതിന് പോലും വളരെയധികം സമയമെടുത്ത് ആലോചിച്ചിട്ടാണ് അവർ ആ ഒരു തീരുമാനം പോലും എടുത്തത്. ആ ഒരു ബലൂൺ തകർന്ന് താഴെ വീണാൽ എന്തൊക്കെ നാശങ്ങൾ അവർക്കുണ്ടാകാം എന്നതിനെപ്പറ്റി അവർ വളരെയധികം പേടിച്ചിരുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ നമുക്കറിയാം, അമേരിക്കയ്ക്ക് ചുറ്റും റഷ്യയും ചൈനയും ചേർന്ന് അവരുടെ 3-4 കപ്പൽപ്പടയിലെ കപ്പലുകൾ അമേരിക്കയെ ചുറ്റി സഞ്ചരിക്കുന്നതായി കണ്ടു. സാധാരണഗതിയിൽ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുവാൻ അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന അതേ ടാക്ടിക്സ് അവർക്കെതിരെ അവരുടെ ഭൂമിക്ക് മുകളിലൂടെ ബലൂൺ പറത്തിക്കൊണ്ടും അതുപോലെ തന്നെ ആ രാജ്യത്തിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ചൈനയുടെ കപ്പലുകളും റഷ്യയുടെ കപ്പലുകളും അവരെ തിരിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എവിടെ നിന്നാണ് മറ്റ് രാജ്യങ്ങൾക്ക് ഈ ധൈര്യം വരുന്നത് എന്ന് ചോദിച്ചാൽ, ആഭ്യന്തരമായും അതേപോലെ ലോകക്രമത്തിലും തന്നെ അമേരിക്കയുടെ ശക്തി ഓരോ ദിവസം കഴിയും തോറും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമായി മറ്റുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലാകുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് സൗദി അറേബ്യ പോലും അവരെ പിന്തള്ളിക്കൊണ്ട് അവരുമായിട്ടുള്ള കരാറിൽ നിന്നും പിൻവാങ്ങി. ഒപ്പം തന്നെ റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ ചേർന്നിട്ട് ബ്രിക്സ് പുതിയൊരു നാണയ ശേഖരത്തിലേക്ക് പോകുകയും അതോടൊപ്പം തന്നെ റിസർവ് ധനമായിട്ട് അമേരിക്കയുടെ ഡോളറിനെ വെച്ചിരുന്ന സ്ഥാനത്ത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഗൾഫ് കൺട്രീസ് അടക്കമുള്ള രാജ്യങ്ങൾ ഡോളറിനെ കരുതൽ ധനത്തിൽ നിന്നും മാറ്റി അതിന് പകരം സ്വർണത്തെ വെക്കുകയാണ്. ഡോളറിനെ റിസർവ് ഫണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് മാറ്റുമ്പോൾ തന്നെ സാമ്പത്തികമായ മേഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക ബഹുദൂരം പിന്നിലേക്ക് പോകും. ഒപ്പം തന്നെ എണ്ണ വാങ്ങുന്ന ഇറാൻ അടക്കമുള്ള മറ്റ് പല രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ട്രേഡ് മുന്നേ നടത്തിയിരുന്നത് ഡോളറിലാണെങ്കിൽ ഇപ്പോൾ അതാത് രാജ്യങ്ങളുടെ നാണയത്തിൽ നടത്താൻ തുടങ്ങി. അതോടുകൂടി തന്നെ സാമ്പത്തിക മേഖലയിൽ വളരെയധികം അമേരിക്കയ്ക്കുണ്ടായിരുന്ന മേൽക്കോയ്മ നഷ്ടപ്പെടുകയാണ്. ഇതിന് കാരണമാകുന്നത് റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഒപ്പം തന്നെ ചൈന ഇടപെട്ടുകൊണ്ട് ഗൾഫ് കൺട്രീസിലുള്ള രാജ്യങ്ങളുമായും വളരെ വലിയ കരാറുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നാറ്റോയാണ് അമേരിക്കയുടെ പിന്നിൽ സൈനിക ശക്തിയായി നിലകൊള്ളുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഇതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ നാറ്റോയുടെ ഭാഗമായിട്ട് നിലനിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് നോക്കിക്കണ്ടാൽ നാറ്റോയിലൊരു വിള്ളൽ വീഴുന്നുണ്ടോ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നും. കാരണം മറ്റൊന്നുമല്ല, ഇസ്രായേൽ ഇറാനുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ ഒരുപക്ഷെ അതിന് മുന്നേ തന്നെയോ ഇസ്രായേലിനെ നേരിടാൻ ഇല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ തങ്ങൾക്ക് പോരടിക്കേണ്ടി വരുമെന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തുർക്കിക്ക് ഇസ്രായേലിനോട് എന്തെന്നില്ലാത്തൊരു വൈരാഗ്യം നിലവിലുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാൻ ഇസ്രായേലുമായിട്ട് വർഷങ്ങളുടെ വൈര്യം ഉള്ള രണ്ട് രാജ്യങ്ങളാണ്.
ഒപ്പം അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കപ്പലുകളെ അയച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയെ ആരാണ് ഇപ്പോൾ ഭയക്കുന്നത്? യമനിലെ ഹൂതികൾ അമേരിക്കയുടെ കപ്പലുകൾ മുക്കിയത്, ബ്രിട്ടൻ്റെ കപ്പലുകളെ ആക്രമിച്ചത്, ഇതുവഴി പോകുന്ന എല്ലാ കപ്പലുകളെയും യമനിൽ നിന്നുകൊണ്ട് ഹൂതികൾ ആക്രമിക്കുന്നു എന്നത് നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലെബനിൽ നിന്നും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇനിയിപ്പോൾ രംഗത്ത് വരാനുള്ളത് ഇറാനും തുർക്കിയുമാണ്. ഇറാനാണ് വലിയ ത്രെട്ടെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്താണ് തുർക്കി ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. ഇവിടെ തുർക്കി എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് പുരോഗമിക്കുമ്പോൾ ഇറാനും അതോടൊപ്പം തന്നെ തുർക്കിയും ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ ഇറാൻ ബാക്കപ്പായിട്ട് റഷ്യ വരും, ഒപ്പം ചൈനയും വരും. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അമേരിക്കയെ ഒതുക്കാൻ ഏതൊക്കെ അവസരങ്ങൾ കിട്ടുന്നോ ഈ രാജ്യങ്ങൾ അതിനൊരവസരം കാത്തിരിക്കുകയാണ്. തുർക്കിയും ഇസ്രായേലിനെതിരെ വരുമ്പോൾ അമേരിക്ക തീർച്ചയായും ഒരു വിഷമസന്ധിയിലേക്ക് പോകും. കാരണം തുർക്കി നാറ്റോയിൽ അംഗരാജ്യമാണ്. നാറ്റോയുടെ ഉടമ്പടി പ്രകാരം നാറ്റോ അംഗരാജ്യത്തിനെതിരെ ഏതൊരു രാജ്യവും പോരടിക്കേണ്ടി വന്നാൽ അത് തങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായി കണ്ടുകൊണ്ട് മറ്റുള്ള നാറ്റോ രാജ്യങ്ങൾ ആ രാജ്യത്തിൻ്റെ നാറ്റോ അംഗ രാജ്യത്തിന് വേണ്ടി കളത്തിലിറങ്ങണം എന്നതാണ് അവർ തമ്മിലുള്ള കരാർ. അതിൻ്റെ ഭാഗമായി വരുമ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ തുർക്കിയെ സപ്പോർട്ട് ചെയ്യണോ അതോ കളം വിട്ടു നിൽക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉറപ്പായും അവിടെ ഉടലെടുക്കും. ഒപ്പം തന്നെ പാലസ്തീൻ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് സ്പെയിൻ അതേപോലെ നോർവേ അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീനെ തങ്ങൾ ഒരു രാജ്യമായി അംഗീകരിക്കുന്നു എന്നും മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പാലസ്തീൻ രാജ്യം പുനരേകീകരിക്കണമെന്നും ഈ രാജ്യങ്ങൾ, ഇവർ നാറ്റോയിലെ മെമ്പേഴ്സ് കൂടിയാണ്, അവർ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ സൗദി അറേബ്യ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് 1969 ഉണ്ടായിരുന്ന ഭൂമിയുടെ അതിരുകൾ എങ്ങനെയാണോ ആ രീതിയിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പുനരേകീകരിച്ചുകൊണ്ടല്ലാതെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് ഒരവസാനം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മറ്റൊരു രീതിക്കും തങ്ങൾ ഒരുക്കമല്ല. ഈയൊരു രീതിയിൽ ഇത് അവസാനിപ്പിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് പൊതുവിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ പാലസ്തീൻ അനുകൂലവും അല്ല എങ്കിൽ അമേരിക്കൻ ഇസ്രായേൽ ചേരിക്ക് എതിരായിട്ടും റഷ്യൻ ചൈന ചേരിക്ക് അനുകൂലമായിട്ടും ഒരു ലോകക്രമം ഉയർന്നു വരുന്നത് കാണാം. ഇനി എന്തുകൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഇനി അമേരിക്കയ്ക്ക് പിന്നിലായിരിക്കുമോ കൂടുതൽ രാജ്യങ്ങൾ അണിനിരക്കാൻ പോകുന്നത്, അതോ ചൈനയ്ക്കും റഷ്യയ്ക്കും അനുകൂലമായിട്ടായിരിക്കുമോ? തീർച്ചയായിട്ടും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയ്ക്കും ചൈനയ്ക്കും അനുകൂലമായ തീരുമാനമേ എടുക്കൂ. കാരണം നമുക്കൊന്ന് നോക്കാം. പ്രത്യക്ഷത്തിൽ തന്നെ റഷ്യ ചൈന ചേരിയിൽ ഇപ്പോൾ ഏതൊക്കെ രാജ്യമുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ, റഷ്യ, ചൈന, അതേപോലെ ഉത്തര കൊറിയ. ഈ 4 രാജ്യങ്ങൾ വർഷങ്ങളായി തന്നെ അമേരിക്കയ്ക്ക് എതിരെ വളരെയധികം വൈര്യം സൂക്ഷിക്കുന്ന 4 രാജ്യങ്ങളാണ്. എന്നത് മാത്രമല്ല, ഇറാൻ ഔദ്യോഗികമായി ആണവരാജ്യം ആയിട്ടില്ല എങ്കിൽ പോലും റഷ്യ, ചൈന, ഉത്തര കൊറിയ ഈ രാജ്യങ്ങളൊക്കെ ഔദ്യോഗികമായി ആണവ രാഷ്ട്രങ്ങളാണ്. ഒപ്പം തന്നെ ഈ രാജ്യങ്ങളുടെ ഭരണ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുക, ഒരു യുദ്ധം മുഖത്ത് എടുക്കേണ്ടതായ ചടുലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അമേരിക്കയെക്കാളും വളരെ വേഗത്തിൽ ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നതാണ്. കാരണം ഏകദേശം ഒരു ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്നതാണ് ഈ 3 രാജ്യങ്ങളും. ഇനി ഇറാനും കൂടെ ആ ഒരു അവസ്ഥയിലേക്ക്, ഈ ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ജനാധിപത്യമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ 4 രാജ്യങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് യുദ്ധമുഖത്ത് പെരുമാറാൻ കഴിയുന്ന 4 രാജ്യങ്ങളാണ്. ഒപ്പം തന്നെ ഈ 4 രാജ്യങ്ങളുടെ കയ്യിലും ആണവായുധം ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഈ 4 ആണവശക്തികൾ, ഇനി ഇറാനെ ഒഴിച്ചു നിർത്തിയാൽ 3 ആണവശക്തികൾ, ഈ 3 ആണവശക്തികൾക്കെതിരെ അമേരിക്കയോ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഏതൊക്കെ രാജ്യങ്ങൾ എത്തും എന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ അമേരിക്ക അതിന് പറ്റിയ അവസ്ഥയിലാണ് എന്ന് ചിന്തിക്കാൻ നിർവാഹമൊന്നുമില്ല.
സാമ്പത്തികമായി അവരൊത്തിരി പിന്നിലേക്ക് പോകുന്നു എന്നതോടൊപ്പം തന്നെ ലോകത്തെ ചെറിയ രാജ്യങ്ങൾ പോലും, ഇല്ലെങ്കിൽ യമനിലുള്ള ഹൂതികൾ പോലും അവരെ വിലവെക്കുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനാണെങ്കിൽ അമേരിക്കയ്ക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നേനെ. കാരണം അവിടെ കാണാനൊരു രാഷ്ട്രമുണ്ട്, തകർക്കാൻ ആ രാഷ്ട്രത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് ഒരു ചെറിയ ഗ്രൂപ്പിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഇരുട്ടടി കിട്ടുന്ന പോലെയുള്ള പ്രതീതിയായിരിക്കും. അടി എവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ട്, പക്ഷെ തിരിച്ചാരെ തല്ലണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത്രയ്ക്ക് ചെറിയ ഗ്രൂപ്പാണവർ. ഹിസ്ബുള്ളയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്നതിലല്ല ഞാനിപ്പോൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. മറിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 1 വർഷം കഴിഞ്ഞുള്ള അവസ്ഥ എന്താകും എന്നതാണ്. നമുക്കറിയാം, ഉക്രൈനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അമേരിക്ക എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റഷ്യയെ ഉപരോധത്തിൽപ്പെടുത്തുക, പിന്നിലേക്ക് അടിക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഉദ്ദേശ്യം. പക്ഷേ അത് നടന്നിട്ടുണ്ടോ? ഇന്ത്യ അടക്കം റഷ്യയിൽ നിന്ന് വളരെ വലിയ രീതിയിൽ ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. എനിവേ, ഉക്രൈന് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇസ്രായേൽ ഇവിടെ എന്ത് നേടാൻ പോകുന്നു, ഇല്ലെങ്കിൽ അമേരിക്ക എന്ത് നേടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇവർ നേടാൻ പോകുന്നില്ല. മറിച്ച് നഷ്ടങ്ങളെല്ലാം ആ ഒരു ചേരിക്ക് മാത്രമേ കിട്ടാനുള്ളൂ. തുർക്കി അടക്കം അമേരിക്കൻ ചേരിയിൽ നിന്ന് വിട്ടുപോകുന്നു. സ്പെയിനും ഇറ്റലിയും അടക്കം അമേരിക്കൻ ചേരിയിൽ നിന്ന് വിട്ടുപോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് നിലവിൽ ചിന്തിക്കുമ്പോഴില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എടുത്ത ഈ തീരുമാനം വളരെ ബുദ്ധിപരമല്ലാത്ത ഒരു തീരുമാനമായിപ്പോയി. ഇതിൻ്റെ വില ഇസ്രായേൽ വരും ദിവസങ്ങളിൽ കൊടുത്തേ മതിയാകൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന മാസങ്ങളിൽ വ്യക്തമായി നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിശകലനം നമുക്ക് വീണ്ടും നടത്താം. ഓക്കെ, താങ്ക് യു.